നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ നമ്മൾ നാളെ പുതിയ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. നാളത്തെ ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ 2 ദിവസത്തെ അവധി എല്ലാവരും നന്നായി ആഘോഷിച്ചു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആദ്യം കടന്നുപോയ ആഴ്ചയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെ ഒന്ന് കടന്നിട്ട് നമുക്ക് പുതിയ ആഴ്ചയിലേക്ക് വരാം. പുതിയ RBI ഗവർണറായി സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റു. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അതിനു മുൻപ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ് പുറത്തു വന്നത്. ഇൻഫ്ലേഷൻ കുറഞ്ഞത് ഫെബ്രുവരി മാസത്തിൽ ഒരു റേറ്റ് കട്ട് ഇന്ത്യയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷകൾ കൂടുതലായി ഉയർന്നു വന്നു. കൂടാതെ ഡിസംബറിലെ ആദ്യ 2 ആഴ്ചയിൽ 22,766 കോടി രൂപയുടെ അറ്റ നിക്ഷേപകരായി വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ വളരെ ശക്തിയോടെ തിരിച്ചു വന്നത് വളരെ പോസിറ്റീവായ കാര്യം തന്നെയായിരുന്നു. ഇനി ഈ ആഴ്ച അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്, ഗ്ലോബൽ ഇവൻ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഫെഡറൽ റിസർവിൻ്റെ പോളിസി മീറ്റിംഗ് ആയിരിക്കും. 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഫെഡ് ചെയർ ജെറോം പവലിൻ്റെ സ്പീച്ച് തന്നെയായിരിക്കും അങ്ങേയറ്റം പ്രധാനപ്പെട്ടതായി അന്നേ ദിവസം വരുന്നത്. ഇതുകൂടാതെ ഈ ആഴ്ച നമ്മൾ നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കൂടാതെ ക്രൂഡ് ഓയിലിനെയും കുറിച്ച് പറയുന്നുണ്ട്. ക്രൂഡ് ഓയിലിനെ കുറിച്ച് നിരന്തരം കുറച്ച് ആളുകൾ മെസ്സേജ് അയക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതുകൂടി ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയത്. ഇനി ഈ വീഡിയോയിൽ കൂടുതലായിട്ട് എന്തൊക്കെ കണ്ടൻസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. വരുന്ന ആഴ്ചയിലെ വീഡിയോയിൽ നമുക്ക് അത് ഉൾപ്പെടുത്താം. ഇപ്പോൾ ഏറ്റവും അട്രാക്റ്റീവായ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഏത് കാറ്റഗറിയിൽ ജോയിൻ ചെയ്യേണ്ട ആളുകൾക്കും 50% ഡിസ്കൗണ്ട് എന്ന വലിയ ഓഫറാണ് ഇപ്പോൾ ഉള്ളത്. ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിനോട് അനുബന്ധിച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫർ തീരുന്നതുമാണ്. അപ്പോൾ പരമാവധി എല്ലാ സ്റ്റുഡൻസും ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 200 ലൈക്കുകൾ തന്നെയാണ് ഇന്നത്തെ ഈ ലൈക്ക് ടാർഗറ്റായി വരുന്നത്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും അടുത്ത ആഴ്ച വരാൻ പോകുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ടും റെസിസ്റ്റൻസും പ്രധാനപ്പെട്ട ലെവലുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. കൂടാതെ ക്രൂഡ് ഓയിൽ കൂടി ഇന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ആദ്യം നിഫ്റ്റിയിലേക്ക് വരാം. തുടർച്ചയായ 4ാമത്തെ ആഴ്ചയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച 0.37% ഉയർന്നത്. ഈ കഴിഞ്ഞ 4 ആഴ്ചത്തെയും ഏറ്റവും കുറഞ്ഞ വീക്ക്ലി ഗെയിൻ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ ഉണ്ടായത്. എന്നിരുന്നാലും വെള്ളിയാഴ്ചത്തെ ആ റിക്കവറി നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ മന്ത്ലി അനാലിസിസിൽ നിന്ന് ആരംഭിക്കാം. 2 മാസം മുൻപുള്ള ക്യാൻഡിൽ, അതായത് ഒക്ടോബർ മാസത്തെ ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വലിയ റെഡ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. നവംബർ മാസമാണെങ്കിൽ ഒരു പിൻ ബാറിന് സമാനമായ ക്യാൻഡിലും ഫോം ആയിട്ടുണ്ട്. അതായത് ലോവർ ലെവലിൽ നിന്നും നല്ലൊരു ബൈയിങ് പ്രഷർ വന്നിട്ടാണ് ആ ഒരു പിൻ ബാർ ഫോം ആയിരിക്കുന്നത്. 3ാമത്തെ നല്ല ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ മാസം കഴിയാൻ ഏകദേശം ഒരു 15 ദിവസം കൂടി ബാക്കിയുമുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു മോർണിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിൽ ഫോം ആവാൻ സാധ്യതയുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും ഈ മാസം കഴിയുമ്പോൾ നിഫ്റ്റിയിൽ ഏത് തരത്തിലുള്ള ഒരു ക്യാൻഡിലായിരിക്കും ഫോം ആവുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വരുന്ന മാസങ്ങളിലെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ് ഫോം ആവുന്നതെങ്കിൽ അത് കൂടുതൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ കാണാൻ കഴിയും. വീക്ക്ലിയിലേക്ക് വന്നാൽ കഴിഞ്ഞ ആഴ്ച ഒരു ഹാമർ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു റിവേഴ്സൽ ക്യാൻഡിലായിട്ട് ഇതിനെ കാണാൻ കഴിയും. കൂടാതെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സപ്പോർട്ടിൽ നിന്ന് കൃത്യമായിട്ട് റിവേഴ്സലാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു 20 EMA വീക്ക്ലിയിൽ 5 EMA ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടെന്ന്. ഈ ആഴ്ച എന്നാൽ അത് സംഭവിച്ചു കഴിഞ്ഞു. 20 EMA 5 EMA ക്രോസ് ചെയ്ത് കഴിഞ്ഞു വീക്ക്ലി ബേസിസിൽ. അത് ഒരു ബുള്ളിഷ് സൈൻ തന്നെയാണ്, വളരെ നല്ലൊരു ബുള്ളിഷ് സൈൻ തന്നെയാണത്. ഇനി നമ്മൾ അപ്സൈഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 24,850 മുതൽ 25,085 വരെയുള്ള ലെവലാണ്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24,200 മുതൽ 24,000 വരെയുള്ള ലെവൽ ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കണം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റി 0.55% ഇടിയുകയാണ് ഉണ്ടായത്. വീക്ക്ലിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പിൻ ബാറിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, വീക്ക്ലി ബേസിസിൽ ഒരു പിൻ ബാറിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ചാനൽ പാറ്റേണിൻ്റെ പിവറ്റിന് മുകളിലായി കഴിഞ്ഞ 2 ആഴ്ചയും ട്രേഡ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇനി കഴിഞ്ഞ ആഴ്ച ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50-day EMAയും അതുപോലെ 5 വീക്ക് EMAയിൽ നിന്നുമാണ് ഒരു സപ്പോർട്ട് എടുത്ത് ഒരു റിവേഴ്സൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 2 പോയിന്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 50-day EMAയും അതുപോലെ 5 വീക്ക്ലി EMAയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു പിൻ ബാർ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 54,350 പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് നോക്കാം. കഴിഞ്ഞ ആഴ്ച ഒരു മൊറബസു ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ആഴ്ചത്തെ ഈ ക്യാൻഡിലിന് ആവറേജ് വോളിയത്തേക്കാൾ കുറഞ്ഞിട്ടുള്ള ഒരു ബുള്ളിഷ് വോളിയമാണ് ഉണ്ടായിരുന്നത്.
3 ആഴ്ച മുൻപുള്ള ആ ഒരു ക്യാൻഡിലും ഒരു മർബസോ ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിൽ തന്നെയാണ്. എന്നിരുന്നാലും അവിടെ നിന്നും ഒരു റിവേഴ്സൽ വരികയുണ്ടായി. ഇത്തവണയും ഒരു സമാനമായ ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്. ഒരു പക്ഷേ അപ്സൈഡിലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഉയരങ്ങളിലേക്ക് ക്രൂഡ് ഓയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ക്രൂഡ് ഓയിലിൻ്റെ വരുന്ന ആഴ്ചയിലെ മൂവ്മെൻറ്റ് നമുക്ക് വീക്ഷിക്കാം. ഈ ആഴ്ച നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലേക്കാണ്. ഡിസംബർ 16 തിങ്കളാഴ്ച ഇന്ത്യയുടെ ഭാഗത്തു നിന്നും മാനുഫാക്ചറിംഗ് PMI ഫ്ലാഷ് ഡാറ്റയാണ് പുറത്തു വരുന്നത്. അന്ന് തന്നെ WPI ഇൻഫ്ലേഷൻ ഡാറ്റയും ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഒക്ടോബർ മാസത്തിൽ ഡാറ്റ ഉയർന്നു തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നവംബറിൽ അത് കുറയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അന്നേ ദിവസം തന്നെ ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഡിസംബർ 17 ചൊവ്വാഴ്ച US-ൽ നിന്നും റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പുറത്തു വരും. ഡിസംബർ 18 ബുധനാഴ്ച EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഡാറ്റയുണ്ട്. വ്യാഴാഴ്ചയാണ് ഗ്ലോബൽ മാർക്കറ്റുകൾ ഉറ്റുനോക്കുന്ന ആ ഒരു ഇവൻറ്റ് നടക്കുന്നത്. അത് ഫെഡറൽ റിസർവ് പോളിസി മീറ്റിംഗ് ആണ്. ഇനി അന്നേ ദിവസം തന്നെ ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് പുറത്തു വരുന്നത്. അത് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് നിർണായകമാവാൻ സാധ്യതയുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും പോളിസി റിവ്യൂ അന്ന് പുറത്തു വരുന്നുണ്ട്. US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വ്യാഴാഴ്ച തന്നെയാണ്. ഡിസംബർ 20 ഇന്ത്യയിൽ നിന്നും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഡാറ്റ പുറത്തു വരും. ഗ്ലോബൽ മാർക്കറ്റുകൾ ഇപ്പോഴും നല്ലവണ്ണം പോസിറ്റീവ് തന്നെയാണ്. പ്രത്യേകിച്ച് US മാർക്കറ്റിൽ ഒരു റേറ്റ് കട്ട് ഈ ആഴ്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. 50% ഡിസ്കൗണ്ടിലാണ് നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമായിട്ട് വന്നിരിക്കുന്നത്. അത്തരത്തിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മളിവിടെ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ വിചാരിക്കരുത്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അത് എല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.